ഹായ് ഫ്രണ്ട്സ്, കല്യാണം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു ഫസ്റ്റ് സെലിബ്രേഷനാണ്. അവൻ്റെ ബർത്ത്ഡേ ആണെന്ന്, November 14th. അപ്പം നമ്മളൊരു ചെറിയ പരിപാടി തന്നെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരു കുഞ്ഞ് ബൊക്കെയൊക്കെ അറേഞ്ച് ചെയ്ത്, പിന്നെ അവന് ഇതുപോലെയുള്ള ടോയ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഹോട്ട് വീൽസിൻ്റെ, ബാറ്റ്മാൻ്റെ ഒക്കെ കുറേ ആക്സസറീസൊക്കെ ഞാൻ തപ്പി. പക്ഷേ ഒരു കാറ് നമുക്ക് കിട്ടി. ഇതേ അപ്പോഴേക്കും ചേച്ചിയും ഗീതുവും റൂമിലേക്ക് സർപ്രൈസായിട്ട് വന്നിട്ടുണ്ട്, ഒരു ബൊക്കയും കുറേ ഗിഫ്റ്റ്സൊക്കെ ആയിട്ട്. അവനിതുവരെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടില്ല. അപ്പോൾ അവനത് ഭയങ്കര സർപ്രൈസ് ആവും. നമ്മളിത് കഴിഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇവർ ഇങ്ങോട്ട് ഡയറക്റ്റ് വന്നു. കുറേ ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് ഇതുവരെ അൺബോക്സ് ഒന്നും ചെയ്തിട്ടില്ല. അവൻ വന്നിട്ട് അവന് ഡയറക്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ്. പിന്നെ ഒരു കേക്ക് അവർ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ അവിടെ വേറൊരു കേക്ക് സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അവരിവിടെ ചെറിയൊരു മിനി കേക്ക് അവൻ്റെ പിക്കൊക്കെ വെച്ചിട്ട്, പിന്നെ ഹാപ്പി ബർത്ത്ഡേയുടെ കുറേ സാധനങ്ങൾ, പിന്നെ കേക്ക് കട്ട് ചെയ്ത് കഴിക്കാൻ കുഞ്ഞ് പ്ലേറ്റ്, സ്പൂൺ, അങ്ങനെ കുറേ ഐറ്റംസ് അതിൻ്റെ കൂട്ടത്തിലുണ്ട്. അങ്ങനെ അവൻ വന്നു. ഇനി നമുക്ക് പെട്ടെന്ന് അവിടെ പോകണം. ഒരുപാട് സമയം ലേറ്റായി. നമ്മൾ 2 AM വരെയൊക്കെ ഉള്ളൂ ഷോപ്പ് അവിടെ. അപ്പോൾ നമ്മൾ വന്നു. കേക്ക് ആൻഡ് കാസ്റ്റൽ എന്ന് പറയുന്നത് എനിക്കാലിതിലുള്ളൊരു ഷോപ്പാണ്. ഭയങ്കര രസമായിട്ടുണ്ട്. ഖത്തറിൽ നമ്മൾ ഒത്തിരി ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് ഇവിടെ നമ്മൾ വരുന്നത്. ഭയങ്കര രസമായിട്ടുണ്ട്. ഭയങ്കര ആംബിയൻസ് ഒക്കെയാണ്. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. കുറേ പാർട്ടി, കേക്ക് കട്ടിങ് ഒക്കെ മേളിൽ നടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്തൊരു 20 minutes അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ഫുള്ള് പിക്കൊക്കെ എടുത്ത്, കാരണം എല്ലാം എവിടെ നിന്നാലും ഇതുപോലെ അവരിങ്ങനെ സെറ്റ് ചെയ്തിട്ടേക്കുവാണ്. അപ്പോൾ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ ഭയങ്കര രസമാണ്. അവിടെ ഫോട്ടോ ഒക്കെ എടുത്തത് കുറേ കേക്കൊക്കെ തിരുപ്പുണ്ട്. അവർ ഓൾറെഡി സെറ്റ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലാതെ നോർമലി ഉള്ള അവിടുത്തെ കേക്കുകളൊക്കെയാണ്. പേസ്ട്രീസ് ഉണ്ട്, അല്ലാതെ ബ്രൗണി, അങ്ങനെ കുറേ വെറൈറ്റീസ് ഓഫ് സാധനങ്ങളുണ്ട് ഇതിനകത്ത്. പിന്നെ ഇവർ ലൈവായിട്ട് ഇത് കുറേ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഐസ്ക്രീമൊക്കെ എന്തൊക്കെയൊക്കെ ഉണ്ട്. മെനുവിൽ കുറേ ഉണ്ട്. പിന്നെ ക്യാപ്പിച്ചിനോ, ജ്യൂസ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. നമ്മളൊരു ബ്ലൂബെറിയുടെ കേക്കാണ് പറഞ്ഞേക്കുന്നത്. കാരണം നമ്മൾ ഇതുവരെ ബ്ലൂബെറി ട്രൈ ചെയ്തിട്ടില്ല. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ഫ്ലവേഴ്സ് നമ്മൾ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബ്ലൂബെറി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. പിന്നെ അവരുടെ നമ്മുടെ അടുത്ത് മേലേക്ക് വരാൻ പറഞ്ഞു കേക്ക് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അവർ ഓരോരുത്തർ കഴിഞ്ഞ് അങ്ങനെ നമ്മുടെ ഇപ്പോൾ ടേബിൾ സെറ്റ് ചെയ്തിട്ട് അവർ വിളിക്കുകയാണ് ചെയ്യണത്. സർവീസൊക്കെ അടിപൊളിയായിരുന്നു അവരുടെ, നല്ല രസമുണ്ടായി. പിന്നെ നമ്മളിതേ മേളിലേക്ക് പോവുകയാണ്. ചേച്ചി സാധനങ്ങളൊക്കെ ആയിട്ട് വന്നു. അപ്പം നമ്മൾ ടേബിൾ സെറ്റ് ചെയ്യാണ്. അപ്പം നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഗീതുവും ചേച്ചിയും പ്രണവൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. ബൊക്കെ, കേക്ക്, ഇതാണ് നമ്മുടെ കേക്ക്. ഒരു ഭയങ്കര രസമുണ്ട്. കളറ് ലാവൻഡർ, ചോക്ലേറ്റ് എല്ലാം മിക്സ്ഡ് ആണെന്ന് തോന്നുന്നു. ഭയങ്കര ക്വാണ്ടിറ്റി ഉണ്ട് അതിന്. അങ്ങനെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് നമ്മുടെ ചെറിയ മിനി കേക്ക് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. പിന്നെ നമുക്കവിടെ ഇരിക്കാനുള്ള ഒരു സ്പേസ് ഒക്കെ ഉണ്ട്. നമുക്കൊരു ഊഞ്ഞാൽ പോലുള്ള സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ കേക്കെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഇരുന്ന് നമുക്ക് സമാധാനമായിട്ട് റിലാക്സ് ആയിട്ടിരുന്ന് കഴിച്ചിട്ടൊക്കെ പോകാം. പിന്നെ നമുക്ക് അവിടെ ചേച്ചിയുടെ ഗിഫ്റ്റാണ്, ചേച്ചിയുടെയും ഗീതുവിൻ്റെ. എന്താണെന്ന് അറിയത്തില്ല, എന്തോ സർപ്രൈസ് ആണെന്ന് തോന്നുന്നു. അവൻ തുറന്നു നോക്കുകയാണ്. നമ്മൾ ആദ്യമായിട്ടാട്ടോ ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് തന്നെ. ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. അവനും ഭയങ്കര ഹാപ്പി. കാരണം നമ്മളെപ്പോഴും ഓൾവേസ് വാച്ച്, അല്ലെങ്കിൽ ഷർട്ട്, പെർഫ്യൂം, ഇതൊക്കെയാണ് എപ്പോഴും ഗിഫ്റ്റ് ബോയ്സിന് നമ്മൾ കിട്ടണം. ഇങ്ങനൊരു പേന കിട്ടുന്ന ആദ്യമായിട്ടാണ്. അത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. പിന്നെ നമ്മളവിടെ കുറേ പിക്കൊക്കെ എടുത്ത് നമ്മളിനി ഇറങ്ങുകയാണ്. ഇനി നമ്മൾ പുറത്ത് പോകണം, ഫുഡൊക്കെ കഴിക്കണം. ഓൾറെഡി സമയം 2 മണിയായി. നാളെ ഡ്യൂട്ടി ഉണ്ട് നമുക്ക്. അപ്പോൾ നമ്മളടുത്ത് പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. പിന്നെ ഇവിടെ പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ട്. അവർക്കും ക്ലോസ് ചെയ്യാനുള്ള ടൈമായി. ഈ പേന ഒരുപാട് ഇഷ്ടപ്പെട്ടു. പേന മീൻസ് അതിനകത്ത് കുറേ നമ്മുടെ പഴയ തൂലികയൊക്കെ ഇല്ല, അതുപോലത്തെ ഒരു സംഭവമാണ്. എവിടുന്നാന്ന് അവർ നമ്മുടെ അടുത്ത് പറഞ്ഞില്ല. ചേച്ചിയുടെ അടുത്ത് ഞാൻ കുറേ ചോദിച്ചു എവിടുന്നാണ് മേടിച്ചതെന്ന് ചേച്ചി പറഞ്ഞില്ല. സർപ്രൈസ് ആണെന്നാണ് പറഞ്ഞത്. അതിനകത്ത് ഇങ്കുണ്ട്, പല നിബൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വെറൈറ്റിയിൽ എഴുതാൻ തോന്നും. അപ്പോൾ അടിപൊളിയായിരുന്നു നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ. ഭയങ്കര ഹാപ്പിയായി. അവന് ഒരുപാട് ഹാപ്പിയായി.